പാകിസ്ഥാനും മിസൈലുമായി ചൈന. തുർക്കി വ്യോമസേനയുടെ ഹെർക്കുലിസ് വിമാനങ്ങൾ കറാച്ചിയിലും ഇസ്ലാമാബാദിലും എത്തി. പാകിസ്ഥാൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് വിവരങ്ങൾ. ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വിമാനം എത്തിയത് പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിൽ. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ആയുധങ്ങളും നൽകിയിരിക്കുകയാണ് ചൈന. ചൈനയുടെ നൂതന മിസൈലുകൾ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആയുധങ്ങളും ദീർഘദൂര മിസൈലുകളുമാണ് ചൈന വിതരണം ചെയ്തത്. PL-15 ദീർഘദൂര മിസൈലുകളാണ് പാകിസ്ഥാന് നൽകിയത്. പഹൽഗാം വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനിടെ ആയുധങ്ങളുമായി തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിൽ എത്തി എന്നത് കൂടുതൽ ജാഗ്രതയ്ക്ക് പാത്രമാകുന്ന ഒരു വിഷയമാണ്. തുർക്കി വ്യോമസേന ഉപയോഗിക്കുന്ന ഹെർക്കുലിസ് C-130 ചരക്ക് വിമാനമാണ് പാകിസ്ഥാനിലെത്തിയത്. പടക്കോപ്പുകൾ, ആയുധങ്ങൾ, ഡ്രോണുകൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, ടാങ്ക് വേധ മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാനിൽ എത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാക് സൈന്യത്തിന്റെ പടക്കോപ്പുകളും മറ്റും കൈകാര്യം ചെയ്യുന്ന രഹസ്യ കേന്ദ്രങ്ങളുള്ള കറാച്ചിയിലാണ് വിമാനം എത്തിയത്. പാകിസ്ഥാനും തുർക്കിയും തമ്മിൽ പ്രതിരോധ സഹകരണമുണ്ട്. തുർക്കിയുടെ ബൈറോക്ടർ ഡ്രോണുകൾ പാകിസ്ഥാൻ സൈന്യം കാര്യമായി ഉപയോഗിക്കുന്നവയാണ്. പാകിസ്ഥാനിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം 6 ഹെർക്കുലിസ് C-130 വിമാനങ്ങളാണ് കറാച്ചിയിൽ ഇറങ്ങിയിരിക്കുന്നത്. ബൈറാക്ടറിന് പുറമെ തുർക്കിയുടെ പുതിയ ലോയിറ്ററിംഗ് അമ്യൂണിഷനുകളും പാകിസ്ഥാൻ വാങ്ങി എന്നാണ് സംശയം. ഇതിനു പുറമെ പാകിസ്ഥാന് ചൈന ദീർഘദൂര മിസൈലുകൾ എത്തിച്ചതായും സംശയിക്കുന്നു. ഇന്ത്യയുമായി യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് പാകിസ്ഥാൻ എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും തമ്മിലുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും യോഗത്തിൽ പങ്കെടുക്കും. പാക് വ്യോമസേന പുറത്തുവിട്ട ഏറ്റവും പുതിയ JF-17 ബ്ലോക്ക് 3 യുദ്ധവിമാനങ്ങളിൽ PL-15 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ആഭ്യന്തര സ്റ്റോക്കുകളിൽ നിന്നാണ് ഇത് പാക് സൈന്യത്തിന് ലഭ്യമായത് എന്നാണ് വിവരം. ഈ മിസൈലിന് 200 മുതൽ 300 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് എന്നാണ് റിപ്പോർട്ട്. തുർക്കി വ്യോമസേനയുടെ 7 C-130 ഹെർക്കുലിസ് വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. 6 വിമാനങ്ങൾ കറാച്ചിയിലും 1 വിമാനം ഇസ്ലാമാബാദിലുമാണ് ഇറക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ നീങ്ങുന്നു. MP-മാരുടെ സംഘത്തെ UAE, സൗദി തുടങ്ങിയ അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ശശി തരൂർ, അസദുദ്ദീൻ ഒവൈസി തുടങ്ങിയ MP-മാർ ഉൾപ്പെടുന്ന സംഘത്തെയാണ് പരിഗണിക്കുക. പാകിസ്ഥാന്റെ തീവ്രവാദ നിലപാട് തുറന്നുകാട്ടും. നയതന്ത്ര തലത്തിലെ തുടർ നീക്കങ്ങളുടെ ഭാഗമായാണ് ഗൾഫ് രാജ്യങ്ങളോട് ഭീകരാക്രമണത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനും പാക് പങ്ക് തുറന്നു കാണിക്കാനും ആലോചനകൾ നടക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാന് ചൈന പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന നിലപാടാണിത് എന്ന വികാരമാണ് വിദേശകാര്യ വൃത്തങ്ങൾ പ്രതികരിക്കുന്നത്. ഐക്യരാഷ്ട്ര രക്ഷാസമിതി പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഇന്ത്യയുടെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന ഭാഗം ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തി. ഇന്ത്യ പ്രത്യാക്രമണത്തിന് തയ്യാറാകുന്നു എന്ന സൂചനകൾക്കിടെയാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ചൈനയുടെ സഹായം തേടിയത്. ചൈനയുടെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ഇന്ന് മറുപടി നൽകിയേക്കും. പാകിസ്ഥാൻ പൗരന്മാരുടെ മടക്കമടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് ആഭ്യന്തര മന്ത്രാലയം യോഗം ചേർന്ന് വിലയിരുത്തും. സേനാ മേധാവിമാരുമായുള്ള ചർച്ചകൾക്ക് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.